ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, സുപ്രധാനമായ നിരീക്ഷണമാണ് കോടതിയുടെ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിന, ആ കേസിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ അറസ്റ്റ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ കേസ് കോടതി പരിഗണിച്ചത്. കേസ് പരിഗണിച്ച കോടതി സതീഷിന് അനുവദിച്ച ഇടക്കാല ജാമ്യം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സതീഷിന്റെ ജാമ്യം റദ്ദുകയും സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നു എന്ന് കോടതി നിരീക്ഷണമായി പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരായ സതീഷിന്റെ അറസ്റ്റാണ് മുമ്പ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. ഈ കേസിൽ ഇനി തുടർ നീക്കങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാവുക. ക്രൈംബ്രാഞ്ച് നിലവിൽ ഇപ്പോൾ സതീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.